രാഷ്ട്രീയ വേട്ടയാടൽ നിയമത്തെ ആഘോഷിച്ചിരുന്ന മാപ്രകൾ അതിൽ ജനരോഷമുയർന്ന് പ്രതികരണമുണ്ടായുടനെ ഇഡിക്ക് വേണ്ടിയുള്ള മുറവിളി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. വാക്കുകൾ കൊണ്ടുള്ള മുറവിളിയെ ഇതേ നോക്കിയ മാതൃഭൂമിയിലെ മാപ്രയുടെ മോങ്ങൽ. അടിമുടി സംഘിപക്ഷക്കാരനായിട്ടുള്ളവൻ അവൻ ഉടനടി ആ പതിവ് വാചകമെടുത്തു. ഏത്? ഇഡിക്കും സവർണ കേന്ദ്രമന്ത്രിമാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അവർ ഉദ്ദേശിക്കുന്ന ചിലർക്ക് മാത്രം അവർ പതിവായി എടുത്ത് പ്രയോഗിക്കുന്ന വാചകങ്ങൾ. ഏത്? സുരക്ഷാ വീഴ്ചയാണത്രേ. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള ബസ്സിലേക്ക് ചെരുപ്പേർ നടത്തിയപ്പോൾ പോലും സുരക്ഷാ വീഴ്ച ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇഡിയുടെ കാര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന മോങ്ങലം നോക്കിയേ. ഏതെങ്കിലും ഒരു കാര്യം ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ അതിൽ ജനരോഷം ഉണ്ടാകും, സ്വാഭാവികം. കാര്യം എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ നാട്ടിലെ സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങളിൽ ചില പ്രത്യേക താല്പര്യത്തോടുകൂടി ചിലരെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ നാട്ടിൽ ഒരു വിഭാഗം ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തെ ഉടനടി റദ്ദാക്കാൻ വേണ്ടിയുള്ള ഇവന്മാരുടെ പതിവ് തന്ത്രമാണിത്. ആക്രമണത്തിന്റെ ദൃശ്യമാണ് കാണുന്നത്. ഇഡിയുടെ വാഹനത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യം. അങ്ങേയറ്റത്തെ ആക്രമണമാണ് തിരുവനന്തപുരത്തെ ഇഡി വാഹനത്തിന് നേരെ നടത്തിയിരിക്കുന്ന. വാഹനം തല്ലി തകർക്കുന്നതിന്റെ ദൃശ്യമാണ്. കട്ട ഉപയോഗിച്ച് എറിഞ്ഞും അടിച്ചും കൈകൊണ്ടിടിച്ചും ഒക്കെ തന്നെ ഒരു വാഹനം തകർക്കുന്നു. പോലീസ് നന്നേ പണിപ്പെടുന്നുണ്ട്. പോലീസ് ഒന്നും അവിടെ സാധ്യമാക്കാൻ കഴിഞ്ഞില്ല. പ്രവർത്തകരെ നേരിടാൻ കഴിഞ്ഞില്ല. സുരക്ഷാ വീഴ്ച ഒരർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർക്ക് അവരെ കയ്യേറ്റം ചെയ്യാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്നേ പറയാൻ കഴിയും. വാഹനം അത്രമേൽ തല്ലി തകർത്ത ആക്രോശത്തോടുകൂടി അങ്ങേയറ്റത്തെ സുരക്ഷാ വീഴ്ച സംഭവിച്ചു തിരുവനന്തപുരത്ത് എന്നുള്ളതാണ്. പോലീസിലെ സഹായം തേടി സംസ്ഥാന DGP-യുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയ ശേഷം സുരക്ഷ ഒരുക്കും എന്നതിന്റെ മുന്നറിയിപ്പ് നൽകി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് പക്ഷേ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കും. പൊതുവെ ഈ വാചകം കേന്ദ്രന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരെടുത്ത് പ്രയോഗിക്കുന്ന വാക്കാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്ക് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടിക്ക് നേരെ അക്രമം സാധാരണമായി നടക്കുന്ന സംഭവം. പക്ഷേ ഇത് കൂടുതൽ കത്തിക്കണം. കാര്യം സുരക്ഷാ വീഴ്ച എന്ന പേരിൽ കുറെ പേരെ കൂടി ഇതിൽ നമ്മൾ പെടുത്തണം. അതിനുവേണ്ടി നമ്മൾ ശബ്ദം മാറ്റി ആവേശത്തോടുകൂടി ഇമാതിരി ഡയലോഗുകൾ വെച്ച് കീച്ചി പരമാവധി കുറേയേറെ പേരെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽപ്പെടുത്താനുള്ള ഇവന്മാരുടെ പതിവ് തന്ത്രമാണ്. ശാഖയിലോ കോൺഗ്രസിലോ പ്രവർത്തിക്കുന്നതിന് പകരം ചാനലിൽ കയറിയിരുന്ന് വേഷം കെട്ടി പറയുന്ന വാചകങ്ങൾക്കുള്ളിലുള്ള ആ രാഷ്ട്രീയം കൂടി നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊക്കെ ലോകത്ത് എവിടെയാണെങ്കിലും നടക്കുന്ന കാര്യമാണ്. ഈ സംഘപരിവാറുകാർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ എവിടെ എന്തും പ്രവർത്തിക്കാമെന്ന് കരുതുമ്പോൾ അവിടങ്ങളിലും മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണങ്ങൾക്ക് ന്യായമുണ്ടോ ഇല്ലയോ എന്നാണ്. സുപ്രീം കോടതി വരെ തോട്ടിൽ കളഞ്ഞ ഒരു വിഷയത്തിൽ ഇപ്പോൾ പൊടുന്നനെ സതീശ മേനോൻ ഡൽഹിയിൽ നിന്ന് ഡീലുണ്ടാക്കി ഇങ്ങോട്ടേക്ക് ഇഡിയെ വിടുമ്പോൾ അതിൽ മിണ്ടാതിരുന്നോളൂ എന്ന് പറയാൻ ഇവിടെ രാജഭരണമൊന്നും അല്ലല്ലോ, ജനാധിപത്യ രാജ്യമല്ലേ. ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ ആധിപത്യമാണ് ഉണ്ടാകുന്നത്. അവരെ വിഷമിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ രാഷ്ട്രീയമായിട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഭാവിയിൽ വെല്ലുവിളിയാകാവുന്ന വ്യക്തിയെ നമ്മൾ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ അധികാരത്തിന്റെ പവർ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധം മാത്രമേ കണ്ടിട്ടുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ സംവിധാനങ്ങളെല്ലാം. അപ്പോ അവരെ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ശരിയല്ലാത്ത രീതിയാണെന്ന് തോന്നിയാൽ അതിൽ പ്രതികരിച്ചതാണ് ഈ കണ്ട കാഴ്ചകൾ. അതിൽ ഇഡി എന്തോ സുരക്ഷാ വീഴ്ചയാണത്രേ. ഈ ഇഡി ആർക്ക് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? അവന്മാർക്ക് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടേണ്ട പണങ്ങൾ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. അതിനെ സംബന്ധിച്ച് ഒരു പരാതികളുമില്ലാതെ നിരവധി കോടതികളിൽ കേസ് നിലനിൽക്കുമ്പോൾ പൊടുന്നനെ ഒരു ഉൾവിളി ഉണ്ടായതുപോലെയുള്ള നാടകങ്ങൾക്ക് ക്യാമറയും കൂട്ടുപിടിച്ച് രംഗത്ത് വന്നാൽ അതിന് ചില പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. അതിനെ ഇമാതിരി നിലവിളി ഉയർത്തി വഴിതിരിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും ആരും പറഞ്ഞു വിട്ടിട്ടോ ഏതെങ്കിലും തെറ്റായ കാര്യത്തെ മൂടിവെക്കാൻ വേണ്ടിയോ അല്ല. ഈ വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മനസ്സിലാക്കിയവർ തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാതൃഭൂമിയുടെ ചില ദുരുദ്ദേശ മോങ്ങലുകൾ അങ്ങ് കൈ വെച്ചാൽ മതി എന്നാണ് ഈ നാടിന്റെ അഭിപ്രായം.